വാസുദേവം ഹരി ചായയും ബ്രെഡ് ഓംലേറ്റും റെഡി. ഗ്യാൻമോനുള്ള കഞ്ഞി അടിച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അച്ഛൻ വരുമ്പോ ചിക്കൻ വാങ്ങി. അപ്പം മാജിക് ചിക്കൻ ആണ്. അപ്പം അത് ഉണ്ടാക്കലാണ്. അമ്മേന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെ ഇരിക്കട്ടെ. പോയി നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഉച്ച മുതലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഉറങ്ങിയാലും ചെയ്യാന്ന് വെച്ചാൽ നടന്നില്ല. ഇപ്പോഴത്തേനും ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മാജിക് ചിക്കനാണ് ആക്കാൻ പോകുന്നത്. അതിന് കഴുകി വെച്ചാൽ ചെറുങ്ങനെ മുറിച്ചിട്ട് കഴുകി വെച്ച ചിക്കൻ ഉണ്ട്. അതിന് കൂടുതൽ വേണ്ടത് ചെറിയുള്ളിയാണ്, പിന്നെ വറ്റൽമുളക് പൊടിച്ചത്, കറിവേപ്പില. അപ്പോൾ ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലോണം ചട്ടിയൊന്ന് ചൂടാകട്ടെ. ചോറ് നമ്മൾ നേരത്തെ വെച്ച് കുറച്ച് പയറ് മെഴുക്ക് വരട്ടാൻ മുറിച്ച് വെച്ചതാണ്. അതും ചേച്ചി അനിയനും ഇങ്ങനെ എന്തെല്ലാം ചെയ്യുന്നത് നോക്കാൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വറ്റൽമുളക് പൊടിച്ച അതേ ജാറിനെയാണ്. ചെറിയുള്ളി ചതച്ചിട്ട് കുറച്ചധികം ചതഞ്ഞു പോയി. ഇത്ര ചതക്കണ്ട കേട്ടോ നിങ്ങളാക്കുമ്പോൾ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഒരു 2-3 കറിവേപ്പില ഇടുക. എന്നിട്ട് ഈ ചതച്ച് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. മാജിക് ചിക്കൻ ഞാൻ പണ്ട് യൂട്യൂബ് നോക്കിയിട്ട്, കൊറോണ സമയത്ത് യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നുമല്ല. ഇതിനാണെങ്കിൽ കുറച്ച് സാധനങ്ങളെ വേണ്ടൂ. ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക് പൊടിച്ചത് അത്രേ വേണ്ടൂ. വേറെ മസാലകളൊന്നും ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഉള്ളി നല്ലോണം വയന്ന് വന്നിട്ടാകുമ്പോൾ ഇതിനകത്ത് നമ്മൾ പൊടിച്ച് വെച്ച മുളകിൻ്റെ ഇട്ട് കൊടുക്കുക. ഇത് കുട്ടികളുള്ളിടത്ത ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. നല്ല എരിവുണ്ടാവും. അതിനവിടെ മുകളുള്ളത് കൊണ്ട് ഇത്രേ ഇടുന്നുള്ളൂ. 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മൊത്തം 3 ടീസ്പൂണാണ്. വലുതല്ല, ചെറിയ സ്പൂണാണ്. 3 ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കളറ് നന്നായി മാറി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഇടുക. ഏകദേശം ഉള്ളി ആവുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് പപ്പടം വാട്ടി വെച്ചു. ഇനി അതിലേക്ക് ഈ പയറ് മെഴുക്ക് വരട്ടാനിടാം.
കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടേ ഇല്ല. ഈ ചിക്കനും കൂടെ നന്നായി കളർ മാറി വരുമ്പോൾ കുറച്ച് വിനാഗിരി ഉണ്ടെങ്കിൽ അത് ഇട്ടിക്കുന്നതിന് ഏറ്റവും രസം. പക്ഷെ വിനാഗിരി ഇപ്പം എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക ചെയ്യുക. വേറെ മെഴുക്കുവരട്ടത് ഏകദേശം ഇവിടെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ പയറ് മെഴുക്കുവരട്ടിയെല്ലാം ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്നേരാന്ന് ഇതെല്ലാം എനിക്കറിയാം. നമ്മളെ അങ്ങൊന്നും ഇങ്ങനെ പയറൊന്നും മെഴുക്കുവരട്ടിയതില്ല. അപ്പോൾ ഏട്ടൻ നേരത്തെ ഇപ്പം ടൗണിൽ പോയി വന്നത്, സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്, അതെല്ലാം എടുത്തു വെക്കണം. അന്നേരം ഞാൻ ഇതാണ് വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് വിനാഗിരിൻ്റെ കാര്യം പറയാനും മറന്നുപോയി. ഇവിടെ ഇല്ലേനും. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്തു വെക്കണം. മോന് കഞ്ഞി കൊടുക്കണം. ചിക്കനിൽ നമ്മൾ ഒറ്റപ്പൊടിയും വെള്ളമാക്കാതെ കൊണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഗ്യാൻ മോനുള്ള കഞ്ഞി അടിച്ചിട്ടുണ്ട്. ഇനി മോന് കഞ്ഞി കൊടുക്കണം. ഞാനിപ്പോൾ കറിയായോ നോക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ്റെ കഞ്ഞി കൂടിയെല്ലാം കഴിഞ്ഞു. കഞ്ഞിയിൽ അന്നിയും കൂടി ഒളിപ്പിച്ചിട്ടുണ്ട്. കഞ്ഞിച്ചേ കഞ്ഞി കുടിച്ചെന്നാടാ, ഞാൻ കഞ്ഞി കുടിച്ചെന്നാടാ. ഇത് എന്തെല്ലാന്ന് നോക്കലാണ്, ഒന്നൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി കറിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. ചേച്ചി ചോറ് ഒന്നിനില്ല. നമ്മുടെ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയിപ്പോയി. ഇവനിത് നോക്കലാണ്, എന്തെല്ലാം മോനൊന്നും അറിയില്ലല്ലോ ഇത് എന്തെല്ലാം ചെയ്യുന്നല്ലോ. അപ്പോൾ മോനെ വേഗം അഭിയാണ്ട കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വേഗം പാത്രങ്ങളെല്ലാം കഴുകി ആ സിങ്കിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിലിങ്ങനെ ഉണങ്ങാൻ വെക്കും. അത് വെള്ളമൊക്കെ പോയി നന്നായി ഡ്രൈ ആയതിന് അങ്ങനെ ഞാൻ
പാത്രമെല്ലാം കഴുകി വെച്ചു. അവിടെയുള്ള തട്ടെല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കി അടുക്കളയിലെ തട്ടുമൊക്കെ തുടച്ച് എല്ലാം നീറ്റാക്കി വെച്ചതിന് ശേഷം മോൾക്ക് പെട്ടെന്ന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. മോള് ഫുഡ് കഴിക്കുമ്പോഴത്തേനും ഒന്ന് അമ്മയും കൂടി എൻ്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും പെട്ടെന്ന് മോളെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചു. ചോറെല്ലാം റെഡിയായി. ഇനി പപ്പടവും കൂടിയുണ്ട്. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ എരിവ് കുറച്ചധികമായിപ്പോയി. ഞാൻ പറഞ്ഞിട്ടില്ല, ആ മുളകിന് നല്ല എരിവുണ്ടാവും. എന്നാൽ അവൾ മുഴുവൻ കഴിച്ചിന്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. കുറച്ചിട്ടും നമുക്ക് എരിവുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം എരിവിടാൻ. അവൾ പക്ഷെ പണ്ടേ എരിവെല്ലാം നല്ലോണം കൂട്ടുന്നതായതുകൊണ്ട് ഇത്ര എരിവുള്ള കൊടുത്താലും തിന്നോളൂ. പക്ഷെ മുളക് മാത്രം തിന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ മോനെ ഉറക്കി വേഗം തന്നെ മുകളിലും താഴെയൊക്കെ അടിച്ച് വാരി എന്നിട്ട് വേഗം തുടക്കാമെന്നെല്ലാം വിചാരിച്ച് അടിച്ചു വാരാൻ വന്നതാണ്. അപ്പോഴത്തേനും നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല മഴ വരുന്ന പോലെ ഉണ്ടേനു. ഞാൻ മുകളിലെല്ലാം അടിച്ച് വാരി താഴെ അടിച്ച് വാരി പെട്ടെന്ന് തന്നെ മുറ്റവും കൂടി അടിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും നല്ല കാറ്റും മഴയേനും. അതുകൊണ്ട് പിന്നെ തുടക്കലൊന്നും നടന്നിട്ടില്ല. പിന്നെ ആദ്യം മോനെണീറ്റ് മോനെ ഉറക്കി. അതിനിടയിൽ ആ റൂമിൽ പോയി കണ്ണാടി കണ്ടപ്പോഴാണ് എൻ്റെ ഡ്രസ്സിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. മോന് നേരത്തെ ഭക്ഷണം കൊടുത്തതിൻ്റെ മുഴുവൻ 3/4 ഭാഗവും എൻ്റെ ഡ്രസ്സിൽ അവൻ ആക്കിയിട്ടുണ്ടേനു. പിന്നെ മതിയെന്ന് വിചാരിച്ച് വേഗം അടിച്ചു വാരി. ഞാൻ അടിച്ചു വാരി കഴിഞ്ഞ് അപ്പോൾ ഗെയിമോൾ വിളക്ക് കത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വേഗം വിചാരിച്ചെന്നാൽ അടിച്ചു വാരി കൊടുക്കാം. അപ്പോൾ അവൾക്ക് തീപ്പെട്ടി ഇറക്കാൻ നല്ല പേടിയാണ്. അപ്പോൾ അവിയാനുള്ള ദിവസം ചെറുതായി പഠിപ്പിച്ചാൽ പിന്നെ വേഗം വിളക്കെല്ലാം കത്തിച്ചൂടെ, ഗെയിമോളുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നൊന്നും ചിന്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ചെറുതായി പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരി കഴിഞ്ഞിട്ട് അവൾ വിളക്ക് കത്തിക്കാൻ ഇങ്ങനെ റെഡിയായി നിൽക്കലാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും കടിയാക്കാം. ഇങ്ങനെ മഴയെല്ലാം പെയ്യുമ്പോൾ നല്ല ചൂട് ചായയും എന്തെങ്കിലും ചൂടോടെ എന്തെങ്കിലും കടിയും ഒക്കെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലേ. അതുകൊണ്ട് കുറച്ച് ബ്രെഡും മുട്ടയും ഉണ്ടേനു. അങ്ങനെ ബ്രെഡിലിങ്ങനെ മുട്ട മുകളിലാക്കിയിട്ട് അങ്ങനെ 2 വശം മുട്ടയാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചിട്ടെടുത്ത്. അപ്പോൾ അതായിരുന്നു നമുക്കിന്ന് ചായക്ക്. പിന്നെ അബിയേട്ടൻ ലീവുള്ള ദിവസമാണ് എനിക്ക് അങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കാൻ പറ്റൂ. മോനെ ആരെങ്കിലും പിടിച്ചാൽ അല്ലേ എന്തെങ്കിലും ആക്കാൻ പറ്റൂ. പിന്നെ മോളെ പഴയ കഴിഞ്ഞ വർഷത്തെയൊക്കെ ബാഗൊക്കെ അലക്കിയിട്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ യൂണിഫോമെല്ലാം അലക്കിയിട്ട് അതെല്ലാം ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അതൊക്കെ ഇനി മഴ പെയ്യുമ്പോൾ പുതിയ ബാഗ് തന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് നനയുമ്പോൾ മറ്റേത് എടുത്തുകൂടെ എന്ന് വെച്ചിട്ട് പഴയതെല്ലാം അലക്കി വെച്ച് മോള് സൂക്ഷിച്ചിട്ട് പേടിച്ചുകൊണ്ട് എടുത്ത് കൊണ്ടാക്കലാന്ന് വിളക്ക്. നല്ല കാറ്റും ഉണ്ടേനു. ബ്രെഡ് ഓംപ്ലേറ്റ്. യെസ്, ബ്രെഡ് ഓംപ്ലേറ്റ് റെഡിയായി. ഇതാ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. അപ്പം ഇത് പൊന്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതും ചായയുമാണ് ഇന്നത്തെ കടി. ചായയും ബ്രെഡ് ഓംപ്ലേറ്റും റെഡി. പറയാൻ പറ്റുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.
എനിക്കൊരു ഉമ്മ.